ഈ സർക്കാർ നയത്തിന് വിരുദ്ധമായി കൃഷി വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ പെൻഷൻ പ്രായം ഉയർത്താൻ നീക്കം എന്ന വാർത്തയാണ് ഇന്നലെ നമ്മൾ അത് ഈ കണ്ണോട് കാണുന്നതെല്ലാം എന്നുള്ള പാട്ടിന് ശേഷം പറയാവുന്ന ഒരു നല്ല വാർത്തയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത്ര റൊമാൻറ്റിക്കായ മൂഡിൽ നമ്മൾ നേരെ കൃഷി വകുപ്പിലെ ഒരു ആര്യക്കൊക്കെ വളരെ സന്തോഷമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ നമ്മൾ ഇതുമൊക്കെ വായിക്കുക എന്നുള്ളതാണ്. ആ വാർത്തയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ പെൻഷൻ പ്രായം ഉയർത്താൻ നീക്കം എന്നുള്ളൊരു വാർത്ത പലരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയാണ്. കൃഷിമന്ത്രി ചെയർമാനായ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ പെൻഷൻ പ്രായം 60 ഉയർത്താൻ നടപടികൾ ആരംഭിച്ചു. സ്റ്റാഫ് റെഗുലേഷൻ അമെൻമെന്റ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കരട് സർക്കുലർ റിപ്പോർട്ടിന് ലഭിച്ചു. VS രഞ്ജിത്തിന്റെ റിപ്പോർട്ടാണ്. റിപ്പോർട്ടിന് കണ്ടത്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിൽ നിലവിൽ പെൻഷൻ പ്രായം 58 ഇത് 60 മാറ്റണമെന്നാണ് പുതിയ സ്റ്റാഫ് റെഗുലേഷൻസിന്റെ കരട് സർക്കുലറിൽ പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സർക്കാർ പിൻവലിച്ചിരുന്നു. സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും നയത്തിന് വിരുദ്ധമായാണ് പൊതുമേഖലാ സ്ഥാപനമായ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ നീക്കം നടക്കുന്നത്. സർവീസ് റൂളിന് പകരമുള്ള സ്റ്റാഫ് റെഗുലേഷൻസ് പരിഷ്കരിക്കാൻ നിയമിച്ച കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പുതിയ തീരുമാനം. കരട് സർക്കുലർ ജീവനക്കാർക്കിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഭൂരിപക്ഷം CPI അംഗങ്ങളുള്ള VFPCK ബോർഡ് അംഗീകരിച്ചാൽ പുതുക്കിയ സ്റ്റാഫ് റെഗുലേഷൻസ് നിലവിൽ വരും. കൃഷിമന്ത്രിയാണ് ബോർഡ് ചെയർമാൻ. ജീവനക്കാരുടെ ശമ്പളം പോലും കുടിശ്ശികയുള്ള പ്രതിസന്ധി ഘട്ടത്തിലാണ് സർക്കാർ നയത്തിന് വിരുദ്ധമായി പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ VFPCK നീക്കം നടത്തുന്നത്. റിപ്പോർട്ടർ VS രഞ്ജിത്ത്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.